ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ഇന്ന് എടുക്കുന്നത്. സോ കുറേ കാര്യങ്ങൾക്ക് ശേഷമാണ് ഈ വ്ളോഗ് ഇന്ന് ന്യൂ ആയിട്ട് ഒരു റിഫ്രഷ്ഡ് ആയിട്ട് എടുക്കുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു ബർത്ത്ഡേ സർപ്രൈസാണ് കൊടുക്കാൻ പോകുന്നത്. അമ്മു, അതായത് സായുക്ത അമ്മു എന്നറിയപ്പെടുന്ന ഒരു ലെജൻഡ് നാളെ അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ കുറച്ച് എക്സൈറ്റിംഗ് സർപ്രൈസസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരിക്ക് സർപ്രൈസസ് ഭയങ്കര ഇഷ്ടമാണ്. അവൾ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കിട്ടുന്ന നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എന്നാൽ സർപ്രൈസ് കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വളരെ എക്സൈറ്റിംഗ് ആണ്. ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി, നമ്മൾ ഡയലോഗ്സ് എഴുതി, ഞങ്ങൾ പ്ലാൻ ചെയ്ത് അവളുടെ ഫ്രണ്ട്സിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഉള്ളൊരു ഒരു വൻ ബാഹുബലി 3യുടെ സ്റ്റോറിയാണ് ഞങ്ങളുടെ അടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ജേർണി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്പയർ ആവാം. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ബർത്ത്ഡേ സർപ്രൈസസ് കൊടുക്കാൻ ഇൻസ്പയർ ആകാൻ പറ്റും. ഒരു കോൾ ഉണ്ടായിരുന്നു, ഇതിൻ്റെ ബർത്ത്ഡേയുടെ പ്ലാനിങ് ആണ്. അപ്പോൾ വൻ ഇൻ്റർനാഷണൽ പ്ലാനിങ് ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് അവൾക്ക് സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഫൺ ടൈം ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എനിക്കൊരു ചേഞ്ച്. ഞാനിങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഭയങ്കര മെസ്റ്റപ്പായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ചേഞ്ച് വളരെ വളരെ അത്യാവശ്യമാണ്. സോ അതുകൊണ്ട് എനിക്ക് ഒരു ഫൺ ടൈം കിട്ടുമല്ലോ, എനിക്കും ഒരു എക്സൈറ്റിങ്. നമുക്കിപ്പോൾ ഒരുപാട് ഇൻ്റർനാഷണൽ ട്രിപ്പൊന്നും നമുക്ക് പോകാൻ പറ്റില്ലായിരിക്കും. അതെ, നമുക്കിപ്പോൾ അമേരിക്കയിലും തായ്ലൻഡിലും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തേക്കുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് നമ്മുടെ സന്തോഷങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഒരു ചെറിയ ടൈമാണ് നമുക്കുള്ളത്. അപ്പം ഞാൻ അതുകൊണ്ട് അത് എൻജോയ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ഈ വ്ളോഗിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവരുമായിട്ടുള്ള ഒരു ടൈം, അതാണ് മൂന്നാമത്തെ കാര്യം. ഇതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ബാക്കി ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഫുൾ കാണണം എന്തായാലും. ഓക്കെ, ഒരു ട്രഷർ ഹണ്ട് എന്നൊക്കെ പോലത്തെ ഒരു സാധനമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കൂടെ മാളും ഉണ്ട്. കം ഓൺ ഗൈസ്, കം ടു ദ സ്റ്റേജ്. യെസ്, അപ്പോൾ ഞാനും മാളും സൗമ്യയൊക്കെ ആയിട്ട് വൈറ്റൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങളിത് ഫുൾ വൈറ്റൊക്കെ ഇട്ടിട്ട് നിൽക്കുവാണ്. അവൾക്കൊന്നും അറിഞ്ഞൂടാ, മാളു വരുന്നത് പോലും അവൾക്കറിയത്തില്ല. സോ ഫുൾ ഓഫ് സർപ്രൈസസ് ആണ്, അല്ലേ മാളു? അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടിന്യൂ വാച്ച്. ഞങ്ങൾ കുറേ പ്ലാനൊക്കെ ചെയ്ത് തളർന്നിരിക്കുകയാണ്, കുറേ കയ്യിൽ നിന്ന് പോയി ഇപ്പം തന്നെ. ബാക്കി എങ്ങനെയെങ്കിലൊക്കെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അവസാനം വരെ കാണും. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഗോ. ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം തന്നെ ഒരു പ്ലാൻ അടപടലം ഫ്ലോപ്പ് പ്ലാനായിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്തെ ഡബിൾ ഡെക്കർ ബസ് എക്സ്പ്ലോർ ചെയ്യുക. അവൾ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അവിടെ എക്സ്പ്ലോർ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അതായിരുന്നു. അത് ബുക്ക് ചെയ്തു, കാശ് പോയി, സീറ്റും കിട്ടിയില്ല. സോ ആ പ്ലാൻ ആദ്യമേ തന്നെ ഫ്ലോപ്പ് ആയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളത് വീണ്ടും എന്തൊക്കെയോ പുതിയ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ എന്തായാലും ഇറങ്ങി. കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്, ഗിഫ്റ്റൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്, കുറേ പരിപാടികളുണ്ട്. അങ്ങനെ ഞാനും മാളും കൂടി ഇങ്ങനെ സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. ക്ലൂ കാർഡ്സ് ഒക്കെ ബാക്കി ബസ്സിൽ നിന്ന് എഴുതിയിട്ട് പോവാണ്. അപ്പോൾ അടുത്ത സൈഡിൽ നമ്മുടെ ബോയ്സ് ഗ്യാങ് ഉണ്ട്. അതായത് അമ്മുവിൻ്റെ കുഞ്ഞിലേ തൊട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സാണ് ശ്രീജിത്ത്, ശബരി, അനന്തു, ആ ഒരു ടീം. അപ്പോൾ അവരും ഓൾറെഡി ഉണ്ട്. പക്ഷെ അവൾക്ക് ഒരു ഐഡിയ ഇല്ല അവരുണ്ടാകും എന്നുള്ള കാര്യത്തിൽ. അവരെവിടെയോ പോകാമെന്ന് പറഞ്ഞ് ഓൾറെഡി അവളെ ഇങ്ങനെ പറ്റിച്ച് വെച്ചേക്കുവാണ്. സോ അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അവരൊരു സൈഡിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ പ്ലാൻ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ അവളുടെ അടുത്ത് പോയി ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു. അവരല്ലാതെ ബിഹൈൻഡ് ദ സീൻസിലെല്ലാം സെറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഫുൾ പ്ലാൻ. ഓക്കെ, ഇവിടെ നോക്കും മാഡം, നമ്മളത് അവൾക്ക് വേണ്ടിയിട്ടൊരു ഉടുപ്പൊക്കെ മേടിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഗിഫ്റ്റ് വേറെ ഗിഫ്റ്റ് ഓൺ ദ വേ ആണ്. ഓക്കെ ഗൈസ്, കം ഓൺ. അങ്ങനെ അവളുടെ ബർത്ത്ഡേ ഡ്രസ്സ് ഷോപ്പ് ചെയ്തതിന് ശേഷം ഞാനും മാളും കൂടി ഇങ്ങനെ ചാലിയിലൊക്കെ പോയിട്ട് ഒരു ബൊക്കെ മേടിക്കണമായിരുന്നു അവൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട്, ഫ്ലവർ ബൊക്കെ. അപ്പോൾ ഞങ്ങൾ തന്നെ റോസാപ്പൂ വെച്ചിട്ട് സ്വന്തമായിട്ട് ക്രാഫ്റ്റ് ചെയ്ത ഫ്ലവർ ബൊക്കെയാണ്. നിങ്ങൾ അങ്ങോട്ട് എന്തായാലും കാണും അത്. അങ്ങനെ കുറേ ക്ലൂ കാർഡ്സ് ഒക്കെ എഴുതി അതിന് വേണ്ടിയുള്ള ചോക്ലേറ്റ്സ് ഒക്കെ കൂടെ വെക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ബർത്ത്ഡേ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ സർപ്രൈസ് കിട്ടുന്ന ഒരാളൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരും സ്ട്രെസ്സിലായിരിക്കും. രാവിലെ എന്ത് സുന്ദരികളായിട്ട് ഇറങ്ങിയ ഞങ്ങൾ രണ്ടുപേരും അടിയുമ്പോൾ നോക്കൂ. അയ്യോ, ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ പ്രിപ്പറേഷൻസ് നടക്കുന്നതേ ഉള്ളൂ എന്നുള്ളത്. എനിക്ക് കുറേ പ്ലാനുകളൊക്കെ ഫ്ലോപ്പായി. ആദ്യമേ അത് അടപടലം. അപ്പം ബാക്കി എന്തൊക്കെയൊക്കെ പ്ലാൻ ഉണ്ട്. എൻ്റെ കുരുക്കളൊക്കെ വീണ്ടും വിസിബിളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും ദിവസം ഇല്ലായിരുന്നു. വീണ്ടും ഇന്നിപ്പോൾ ഒരു വ്ളോഗ് എടുത്തപ്പോൾ ഐശ്വര്യമായിട്ട് വന്നിരിക്കുകയാണ്.
ഉടനെ നമ്മൾ നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാൻ പോകുകയാണ്. About to start. ഒന്നും കൂടെ ഇപ്പൊ പറഞ്ഞ പോലെ ഒന്നും കൂടെ പറയടി പ്ലീസ് എടി പറ. ഇതാണ് ഞാൻ ഇവിടെ ബർത്ത്ഡേക്ക് ഇന്ന് വിഷ് ഇടാൻ പോണ. പറ 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 എന്താണ് നിന്റെ വിഷമം എന്നോട് പറ. ഇപ്പൊ നീ പറഞ്ഞു ഒന്ന് നീ നേരത്തെ ഒന്ന് എടുത്ത് വെക്കണ്ടേ ഇതൊക്കെ. പറ 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 മോളെ എന്താ നിന്റെ വിഷമം എന്താ? ഇനി നമുക്ക് നാളെയാണ് എല്ലാ പ്ലാനും. എന്റെ പ്ലാനൊക്കെ നാളെയാണ്. ഇന്ന് ഞാൻ പ്ലാൻ ചെയ്ത് ഇറങ്ങിയ പക്ഷേ പാവം. പറ നിനക്ക് വിഷമമുണ്ട്. നമുക്ക് എങ്കിൽ കോളത്തേക്ക് ഇറങ്ങാടി. അമ്മ ആകെ സെഡിലാണ്, മൂടില്ല കേട്ടോ. ഇന്നലെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറ. എനിക്ക് ഒന്നും തുറന്ന് പറയാനില്ല. നീ പറ. നിനക്ക് സർപ്രൈസ് വേണോ? ഇത് നീ തന്നെ പറയുവാണ്. നിങ്ങൾ എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് താന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ സർപ്രൈസ് തരാണ്. ഇത് നാളെയാണ് നിന്റെ ബർത്ത്ഡേ 17. അപ്പൊ തരാ സർപ്രൈസ്. നീ ഇങ്ങനെ പറഞ്ഞ് സർപ്രൈസ് കളയല്ലേ. എനിക്ക് വേണ്ട. ശരി അതെന്ത് വേണ്ട? എനിക്ക് വേണ്ട. ഞാൻ ഇന്ന് സൗമി ഞാനും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു സർപ്രൈസ്. നാണമില്ലാത്ത തെണ്ടികള്. ഞാൻ വിചാരിച്ചു ഞാൻ വരുമ്പോ തന്നെ ഇവിടെ സർപ്രൈസ് ആവുന്നടി. എനിക്ക് ഒരു സർപ്രൈസും ഇല്ല. നീയൊക്കെ ക്യാമറ എടുത്തത് ഇന്നത്തേക്കുള്ളത് ഇല്ല. നല്ലൊരു ഷോട്ട് കിട്ടിയില്ല അല്ലയാ. നീ നല്ല പോലെ സംസാരിക്കും. എന്തോ അമ്മു ഇങ്ങനെ ഒരുമാതിരി കുഞ്ഞു പിള്ളേരെ. നിനക്ക് 26 വയസ്സല്ലേ നിനക്ക് നാളാവാൻ പോണം. നീ എന്റെ മെച്ചൂരിറ്റി കാണിക്കും. ഈ കുഞ്ഞു പ്രായത്തിലൊക്കെ നിനക്ക് എന്തോ ബർത്ത്ഡേ നമ്മൾ നാളെ ആഘോഷിക്കൂലേ? ഗേൾസ് പവർ ആണ് നാളെ വരാൻ പോകുന്നത്. എന്റെ സർപ്രൈസ് ഒക്കെ അവള് നോക്കിക്കും. ഞാൻ നാളെ കുറെ സാധനങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ നാളത്തേക്കാ ബുക്ക് ചെയ്തേക്കണം അവിടെ. പിന്നെ അതായിരുന്നു സർപ്രൈസ്. സ്വിഗ്ഗി ജീനിയുടെയിൽ ഫസ്റ്റ് ക്ലൂ കാർഡും കൊടുത്തുവിട്ട് ബാക്കി ഗിഫ്റ്റുമായിട്ട് ഞാൻ ശബരീനെ പിക്ക് ചെയ്യാൻ പോകുന്നു. പൂമുറ്റ് APR ഒരു മുടുക്ക് ഇന്റർലോക്ക് ചെയ്ത് വണ്ടി വരെ അങ്ങറ്റം വരെ. കട്ട് ചെയ്യുന്നില്ല. പറ്റും സ്ട്രെയിറ്റ് വരുമ്പോ ഒരു കുളം കാണാൻ പറ്റും. അവിടെ നിന്ന് വളഞ്ഞു വരണം. നേരെ വന്നു. വരുമ്പോഴത്തേക്ക് ഒരു ടെറസ് വീട് വൈറ്റും ബ്രൗണും അടിച്ച് മറൂൺ കളർ. അതന്നെ നബി എന്താ എന്താണ് എഴുതിയിരിക്കുന്ന പറ. ലവ് ലെറ്റർ. Exciting things are coming, so get ready to visit studio at Statue. You will meet me there. Surprise and waiting list. Yes, come on. Come on guys, let's go. Let's go. അത് സ്വിഗ്ഗിയിലെ ഡെലിവറി പാർട്ട്ണർ. എവിടെയാ പോവാൻ പറഞ്ഞേക്കുന്നത്? സ്റ്റുഡിയോ അറ്റ്. യെസ്. സോ അങ്ങനെ നമ്മുടെ അമ്മു ബർത്ത്ഡേ ട്രഷർ ഹണ്ടിലേക്ക് വെൽക്കം. ഓക്കെ, ഇനി നിനക്ക് സർപ്രൈസ് കിട്ടിയില്ല എന്ന് പറയുന്നത് അല്ലേ സൗമ്യേ? യെസ്. കമോൺ, വേഗം സമയമില്ല. ഇത് നീ പ്രതീക്ഷിച്ച? അതാണ് മനസ്സിൽ ലഡു ഒക്കെ പൊട്ടി.
നീ എന്ത് വിചാരിച്ചു? നീ സ്വിഗ്ഗി ജീനിയാണിത്. സ്വിഗ്ഗി ജിനിയാ? നീ റെഡി ആവാമോ? സ്റ്റുഡിയോയിലല്ലേ പോണം, അവിടെ നിന്ന് മേടിക്കാൻ വേണമെങ്കിൽ എന്തെങ്കിലും പുതിയ ഡ്രസ്സ്, ബർത്ത്ഡേ ഡ്രസ്സ്. ഞാൻ ഗിഫ്റ്റ് തരാം നിനക്ക്. എനിക്ക് സോറി സൗമ്യ, എങ്ങനെയുണ്ട്? നമ്മൾ ആരാന്നാണ് ഇവളുടെ വിചാരം. പിന്നെ എന്താ പട്ടി മോങ്ങുന്ന പോലെ ഇവിടെ മോങ്ങലായിരുന്നു. ഇന്ന് റെഡി ആവാമോ? അപ്പം അമ്മുവിൻ്റെ ഫസ്റ്റ് ക്ലൂ കാർഡ് ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം സ്റ്റുഡിയോയിലേക്കാണ് പോകാൻ പോകുന്നത്. അല്ലെ അമ്മു? പറ, നമ്മൾ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? അങ്ങനെ ഗൈസ് നമ്മൾ സുഡിയോയിലേക്കാണ് പോകുന്നത്. സെക്കൻഡ് ഡെസ്റ്റിനേഷൻ സുഡിയോയിലാണ് കൊടുത്തേക്കുന്നത് ക്ലൂ കാർഡിൽ. അവിടെ നമ്മുടെ മാളും ഉണ്ട്. ശ്രീജിത്തും ശബരിയോട് ചേർന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിഷ്വൽസ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം, അവിടെ നടക്കുന്ന ബിഹൈൻഡ് ദ സീൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ അവളൊന്നും അറിയുന്നില്ല, അവൾക്ക് നോ ഐഡിയ അവൻ വരുമെന്നോ അല്ലെങ്കിൽ അവരാരെങ്കിലും ബോയ്സ് ടീം വരും എന്നുള്ള ഒരു പ്രതീക്ഷയും അവൾക്കില്ല. ബിക്കോസ് അവരില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ഓൾറെഡി ഇവളുടെ അടുത്ത്. മാളൂനെ ഇവൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. സോ നമുക്ക് ബാക്കിയുള്ളത് അവിടെ ചെന്നിട്ട് കാണാം. സ്റ്റുഡിയോയിലെ വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം. മാളൂനെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നമ്മൾ ദൂരതയിൽ നിന്ന് നടന്നു വരുന്ന മാളു. കയ്യിലെന്താണത്? സഞ്ചി, ബാഗ്. മാളു എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ സെക്യൂരിറ്റി ചേട്ടനെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റുഡിയോയിലെ കാര്യങ്ങളൊക്കെ എല്ലാം അളിയാ സെറ്റ് ചെയ്ത് നമ്മൾ ബാക്കി സാധനമായിട്ട് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തോ? ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തോ? ഇപ്പുറത്ത് വന്ന് എടുത്തോ? കൊള്ളാം. നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തോ? സർപ്രൈസ്. വാ, നീ നോക്ക്. ഇവിടെ തന്നെ, ഇവിടെ നോക്കു വെച്ച. ഇതിന്നൊരു ടോപ്പ്, ഇതിന്നോ എടുക്ക്. നീ ഒരെണ്ണം എടുത്തതാ. എനിക്ക് സെലക്ഷൻ. പക്ഷെ നോക്ക്, നല്ല രസമായിരിക്കും ഇങ്ങനത്തെ ഈ ഒരു രീതിയിൽ സ്റ്റൈൽ ചെയ്താൽ. എവിടെ പോയി കിടന്നടി? എന്തോ ഒതുങ്ങി നിന്ന് ആൾക്കാർക്ക് സാധനം മേടിക്കായിരുന്നു. നീ എവിടെ പോയി കിടന്നടി? കുറെ നേരം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ എങ്ങനെയുണ്ട് മോളെ? അടിപൊളി. ഇത് വേണ്ട, നമുക്ക് വേണ്ടേ? വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇല്ല കേട്ടോ, ഇല്ല. എടുക്കൂ, ഏതെങ്കിലും എടുക്കും. ഓ, വാട്സപ്പില് അവിടെ കാണിക്കുന്ന എല്ലാവരും എനിക്കിത് ആക്ച്വലി ഇത് കൂടുതലാണ്. ഞാൻ
വെച്ചോ, അതിട്ടാ മതി. നോക്ക്, അയ്യോ ഇത് ഇടണം, ഇടണം, ഇപ്പോഴോ ഇടണം. ഈ ഒരു വിഷയം നല്ലതല്ലേ? അതെവിടെ വെച്ചു? ഹായ്, നല്ല ടോപ്പ് കൊള്ളാം. കൊള്ളാടി. ഓക്കെ, കൊച്ചിനെ കാണാനുള്ള ഇറങ്ങിപ്പോയി. നമ്മളിവിടെ നിന്ന് കണ്ടില്ല നമ്മള്. അത് അങ്ങോട്ട് പോകണം. ഷൂ എനിക്ക് തോന്നുന്നു ചെരുപ്പ് നോക്കി നോക്കി അങ്ങ് പോയെന്ന്. ചിരിക്കണം. ഭഗവാനേ, ഇതൊക്കെ എന്തോന്ന്? ഹലോ അമ്മു, ക്യാൻ യു മീറ്റ് മീ അറ്റ് ലുലു? ഓടി ഓടി. അങ്ങനെ നമ്മുടെ അമ്മുവിൻ്റെ നെക്സ്റ്റ് ട്രഷർ ഹണ്ടിലെ നെക്സ്റ്റ് ക്ലൂ കാർഡ് വന്നേക്കുന്നത് ലുലു മോളിൽ ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അവിടെ പോയിട്ടാണ് ബാക്കി കാര്യങ്ങൾ. സോ അപ്പോൾ അടുത്ത് പോകുന്നത് അങ്ങോട്ടേക്കാണ്. അവൾക്ക് ഒരു ഐഡിയ ഇല്ല അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അവൾ ഇപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്നതാണ് സർപ്രൈസ് എന്നാണ് അവളുടെ വിചാരം. സോ അവിടെ പോയിട്ട് ഒരുപാട് എക്സൈറ്റിങ് കാര്യങ്ങളുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോഴൊക്കെ തന്നെ നല്ല അടിപൊളി ഹാപ്പി ആയിട്ടിരിക്കുവാണ്. പക്ഷേ അവർ ബോയ്സ് ഗ്യാങ് വരും എന്നുള്ള ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. അതിനൊരു സങ്കടം ഉണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചില്ലായിട്ട് അങ്ങനെ അതേ കാറിൽ അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ അവിടെ മോളിൽ പോവാണ്. മോൾ ഓഫ് ലുലു മോളിൽ നമ്മൾ പോവാണ്. അവിടെ കുറേ സർപ്രൈസസ് അവിടെയുണ്ട്. പുള്ളിക്കാരിക്ക് ഒരു ഐഡിയ ഇല്ല. സോ ലെറ്റ്സ് ഗോ. അമ്മുവിന്റെ അവസാന ഡെസ്റ്റിനേഷനായ ലുലു മോളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഹായ്, ലഡു. ശബരി ലഡു വാങ്ങിച്ചാലോ? 26 ക്യാൻഡിൽ ലഡുക്ക് അറിയാം. കേക്കായി ബാക്കി പരിപാടികളിലോട്ട്. ശബരി പോവാം. അപ്പോൾ എല്ലാ പരിപാടിയും സെറ്റായി. നിങ്ങളിപ്പോൾ ലുലു മോളിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം പ്ലാന് പ്രകാരം ലുലുവിലെ ഫൺ ടൂറ പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 10 മണി ആ ടൈം ആകുമ്പോൾ ചാർജ് ബൈയിലെത്തും അല്ലേ നബി? അത് ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ, അനന്തു, ശബരി, നമ്മൾ ബാക്കി പയ്യന്മാരുടെ ടീംസ് എല്ലാവരും കൂടെ അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ, കാണാം. എക്സ്ക്യൂസ് മീ, പറയൂ. ഞാൻ സ്വന്തമായി തന്നെ ക്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനം. എന്ത് തോന്നുന്നു? വളരെ ഇതാണ് താങ്കളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. സർപ്രൈസ് ആയോ മോളെ? സർപ്രൈസ് ആയോ? പരിപാടി സിമ്പിൾ ആണ്, പക്ഷെ അതെ 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 അതെ. സോ ഗൈസ്, അപ്പം നമ്മൾ അങ്ങനെ ലുലു മോളിലെത്തി. ഇവിടെ ഇവൾക്ക് കൊടുക്കാൻ പോകുന്ന സർപ്രൈസ് ഫൺ ടൂറിലെ ഒരു അഡ്വഞ്ചറാണ്. ഇവൾ എപ്പോഴും ഇഷ്ടമുള്ളൊരു അഡ്വഞ്ചറാണ് ഇതിലിവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ അത് നമ്മൾ സർപ്രൈസ് ചിലപ്പോൾ ഫൺ ടൂറെ കാർഡ് കൊടുക്കാൻ പോകുന്നത് വളരെ റാൻഡം ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. ഒരു അനോണിമസ് കോൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്.
യാരടാ അത് എവിടെ പോന്നു ഇവള്? അമ്മു നിന്നെ ഇപ്പോൾ ഓരോ അജ്ഞാതർ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം ലുലു മോളിൽ നിന്ന് കോൾ വന്ന് കാണാം അമ്മൂന്. അതെ ശബരി, നമ്മളിപ്പോൾ എങ്ങോട്ടല്ലേ പോകുന്നത്? ഇനിയിപ്പോൾ നേരെ ബീച്ചിൽ. ഓക്കെ. എന്തോ എഴുതിയിരിക്കുന്നേ? വായിക്ക് കുറച്ച് വായിക്ക്. Hi Ammu, hope you liked your gift. Now explore the Funtura. Here is the ticket for you and favorite adventure. The last. Hi. Bye. Okay, bye. അഡ്വഞ്ചറുകൾ കുറെ കാലമായി കാത്തിരിക്കുന്ന അഡ്വഞ്ചർ അതിലേക്ക് കയറാൻ പോകും. അറിയാമോ ഞങ്ങളങ്ങ് പോകും. അതാണ് സർപ്രൈസ്. പകുതി വെച്ച് നിൽക്കും കേട്ടോ. പകുതി വെച്ച് നിൽക്കും. കമോൺറാ. പുതിയ വേണ്ടാണോ? ഓക്കെ. ടാറ്റാ. ഞാനപ്പോൾ പോയി ഫണ്ടൂരിൽ പോയിട്ട് ബാക്കി അപ്പം ഗൈസ് ഇവിടെ നോക്കും. ഞാനപ്പോൾ ബാക്കി വട്ടൂരുടെ സെക്ഷനിൽ പോയി ഞാൻ ലാസ്റ്റ് കാർഡ് കൊടുത്തിട്ട് വരാം. നിങ്ങളപ്പോൾ മാനേജ് ചെയ്യാം. ബൈ. അങ്ങനെ വരികയാണ് ഗൈസ്. എത്തിയിരിക്കുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ട് ആ മുഖത്ത് ആ സന്തോഷം കാണാനുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ അടിപൊളിയടി, നല്ല രസമുണ്ട്. ഇവിടെ നീയും പോടി, കാര്യത്തിൽ പറഞ്ഞടി പോടി. ഇഷ്ടപ്പെട്ട് സൂപ്പർ അടി. എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നു. ഇതിലാണ് ഗൈസ്. എന്ത് തോന്നുന്നു ഗൈസ് ഇതിൽ കയറുന്നതിനെ പറ്റി? ബർത്ത്ഡേ ഗേൾ ഇവിടെ ഫുൾ കോൺഫിഡൻസിലാണ് അഡ്വഞ്ചർ ചെയ്യാനായിട്ട്. ഇതൊരു സൂപ്പർ, ഇവിടുത്തെ ഏറ്റവും വലിയ റൈഡാണ് ഈ റൈഡ് ലുലു മോളിലെ. മാളു, are you excited? Are you excited? Are you excited? സൗമ്യ, but I am excited. കുതിരയാണ് താല്പര്യം. ആ അശ്വനാ ബർത്ത്ഡേ ഗേളാണെന്നു കേറ്റാവോ പാവം.
അങ്ങനെ നമ്മുടെ ഫൺട്യൂറ എക്സ്പ്ലോറിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളുടെ ഫേവറേറ്റ് അഡ്വഞ്ചറാണ് നമ്മൾ ആദ്യം കയറിയ ആ ഒരു സംഭവം, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതിനുശേഷം നമ്മളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ട്രെയിൻ ഒരു റൈഡിലും പിന്നെ ഈ ഒരു കാറിലും ഞാൻ കയറി. ഡ്രൈവിംഗ് സ്കിൽസൊക്കെ ഞാൻ പുറത്തെടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് മാക്സിമം ഒരു ടൈം ഒരു 9:30 വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. അതാണ് നമ്മൾ ഇതിലൊക്കെ കയറി. പിന്നെ പോയിൻറ്റ്സ് നമുക്ക് ഓൾറെഡി ഫൺട്യൂറ കാർഡിലുണ്ട്. അപ്പോൾ അത് തീരുന്നവരെ നമ്മൾ മാക്സിമം ഇവിടെ എക്സ്പ്ലോർ ചെയ്തു. ഇതിന് ശേഷം നമ്മൾ പോകാൻ പോകുന്നത് ബീച്ച് ഹിൽസ് കഫേയിലാണ്. ഓൾറെഡി പറഞ്ഞല്ലോ, അവിടെ ചാറ്റ്സ് ബേയിലാണ് നമുക്ക് പോകാനുള്ളത്, ബീച്ച് ഹിൽസിലല്ല. രണ്ടും അടുത്തടുത്താണെങ്കിലും ആ ബീച്ചിലാണ് പോകാനുള്ളത്. പക്ഷേ ചാറ്റ്സ് ബേ എന്ന ഷോപ്പിലാണ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പം അവളുടെ വിചാരം ഇതോടുകൂടി നമ്മുടെ സർപ്രൈസ് ഇവിടെ എൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ താഴെ ബട്ടൂര മേടിക്കാൻ പോയപ്പോൾ, നമ്മളെപ്പോഴും ബട്ടൂര കഴിക്കാറുണ്ട് ഇവിടുന്ന്. അവിടെ പോയപ്പോൾ ഞാൻ അവിടെ ഓൾറെഡി ലാസ്റ്റ് ക്ലൂ കാർഡ് കൊടുത്തിട്ടുണ്ട് ആ ബട്ടൂര സർവ് ചെയ്യുന്ന ആളുടെ കയ്യിൽ. അപ്പം നമ്മൾ ബട്ടൂര മേടിക്കുമ്പോൾ അവർ അതിൽ വെച്ചായിരിക്കും നമുക്ക് ആ ലാസ്റ്റ് ക്ലൂ കാർഡ് തരാൻ പോകുന്നത്. സോ നമുക്കപ്പോൾ നമ്മുടെ ലാസ്റ്റ് സർപ്രൈസിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ഗേൾസ് ഒന്നിനും തട്ടാതെ മുന്നേറുകയാണ്. മാർത്താന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ഇനിയുണ്ടോ ഓക്കെ, മതി നിർത്ത്. വായിക്ക് Hope you enjoyed your ride. Welcome to the great Charts by Tumba exciting surprise. ഹാപ്പി ബർത്ത്ഡേ ടു യു. നമുക്ക് വേഗം കഴിക്കാം, വേഗം പോവാം. എനിക്ക് ചെറിയ വയ്യായിക ഉണ്ട്. വേഗം കഴിക്കാൻ പോവാം. ഓക്കെ, എങ്ങനെയുണ്ട്? വാട്ട്സ് യുവർ ഫീലിംഗ്? പോണം. നമ്മളിവിടെ എത്തിയില്ല ഓൾറെഡി കഴക്കൂട്ടത്ത്. നബിഹയെ പറ്റി നീ എന്ത് വിചാരിച്ചു? ഒരാളെ എനിക്ക് കാണാൻ ഉണ്ട്. ആരെ? ഒന്നും പറയാനില്ല. സോ ഗൈസ്, അപ്പോൾ ഇതാണ് അമ്മുവിൻ്റെ ബർത്ത്ഡേയുടെ ലാസ്റ്റ് സർപ്രൈസ് അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലൂ കാർഡിലെ ഡെസ്റ്റിനേഷൻ ഇതാണ്. അപ്പോൾ ഇത് നമ്മുടെ കഴക്കൂട്ടം തുമ്പ ബീച്ച് ഹിൽസ് കഫേയുടെ അടുത്തുള്ള ചാറ്റ്സ് ബേ ആണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇവിടെയൊക്കെ പ്ലാൻ ചെയ്ത് വന്ന് തിരക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ഓൾറെഡി ബോയ്സ് ടീം ഇവിടെ എത്തിക്കഴിഞ്ഞു, അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബാക്കി നമുക്ക് കാണാം. ലാസ്റ്റ് ഡെസ്റ്റിനേഷനായി ബീച്ച് ബേയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളെ പ്ലാൻ ഫ്ലോപ്പായി ഗൈസ്. ഫ്ലോപ്പായാലും ബർത്ത്ഡേ ഗേള് ഭയങ്കര സന്തോഷിക്കുകയാണ് ഗൈസ്, ഒരു ക്രൂരയെ പോലെ. വലിയ ഹാപ്പി. എബൌട്ട് റിവ്യൂ പറ ബേബി. റിവ്യൂ ഞാൻ ലാസ്റ്റ് പറയാം.
ഓക്കെ സങ്കടയാതന കരച്ചില് പൊട്ടിക്കരച്ചില് വാവ് വാവ് ആംബിയൻസ് യെസ് വാവ് ആംബിയൻസ് ആംബിയൻസ് ഇല്ലടാ വാവ് ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് വാവ് യെസ് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആണെന്ന് എന്നോട് ആര് പറഞ്ഞു? യെസ് കാരണം കരയുന്നു ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ എല്ലാരും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. അപ്പം ഇങ്ങോട്ടോ ഒരു സെൽഫി വീഡിയോ എടുക്കും. അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞ് അമ്മതോ അതിന്റെ ബാക്കിൽ ഇതോ അങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അതൊന്നും ഒന്നും പറയാനില്ല, നീ നേരത്തെ ഇങ്ങോട്ട് തന്നെ. അപ്പോൾ ഓക്കെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ അപ്പോൾ ഈ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിരുന്നെന്ന് വിചാരിക്കുന്നു. ഓക്കെ എല്ലാവരുടെയും ഹാർഡ് വർക്ക് ഇതിന്റെ പുറകെ ഉണ്ട്. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, dear friend. Happy birthday to you. Happy birthday. ഇതാണ് ഞാൻ പറഞ്ഞ അവളെ. Happy birthday to you. ഇപ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് ഇവളുടെ കാര്യം. അവള് വെപ്രാളം കൊടുത്തിരിക്കും ഉൾപ്പെടെ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ഗേളിന് ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ് ഗായ്. സർപ്രൈസ് ഗിഫ്റ്റ് Happy birthday ടു യു. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, dear friend. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday, dear friend. Happy birthday to you. അതിലേ വാ കേറ്. Happy birthday. അതാണ് വാങ്ങില്ലേ Happy birthday. Open. Happy birthday, dear. Happy birthday. വീട്ടിൽ പോയിട്ട് ജാക്കറ്റ് പോലെ ഇടാൻ പറ്റും. ഇത് മൊത്തം ഇതടി പ്ലാസ്റ്റിക് സാരമില്ല മോളെ. ഇതിപ്പോ ഊട്ടി വൈഭാവം കേട്ടോ, ഒരു ഊട്ടി വൈഭാവം കേട്ടോ ഇപ്പൊ. എടാ അടിച്ചു വെക്കട്ടെ, കണ്ട ഇതാണ് സാധനം. ഡിസംബർ
ഏതോ ഊട്ടിയിൽ മറ്റേ പ്രാന്ത് എടുത്ത് അമ്മച്ചിമാരെ പറയാം. ഇതേപോലെ കോട്ട് വിട്ട് തൊപ്പിയിട്ട് ഓടുന്നത് എല്ലാരും കിട്ടിപിടി സൗമ്യ ജോയിൻ ചെയ്ടി പോ സൗമ്യ പോ പറയുമ്പോ ഹാപ്പി ബർത്ത്ഡേ ടു കൂൾ ഇതിലപ്പുറം ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് വേണ്ടത് മോളെ. ഒന്നുണ്ട് നബിഹർ ഷോട്ട് കറുത്തു. ലൈറ്റ് ഇട് നിനക്ക് മാത്രം ലൈറ്റ് അത് കൊള്ളാം. ലൈറ്റ് ഇല്ലാതെ പൊങ്ങി വന്ന് കളമ്മങ്കളം തീർന്നു. ഇന്നത്തുള്ള എല്ലാം കുത്തി പൊട്ടിച്ചളഞ്ഞാണ്. തിരിക്കിട്ട് വരാത്തൊരു കുത്തിയിട്ടും ആദ്യമേ ഞാൻ ഇവിടെ ഫ്ലാറ്റ് അതോടെ ഇനി ഒന്നുമില്ല കിട്ടാൻ. ഇനി ഇവിടെ ഒന്നുമില്ല തീർന്നാണ്. പുളി സോ അപ്പോൾ അതാണ് അമ്മുവിൻ്റെ ബർത്ത്ഡേ സർപ്രൈസ്. ഇത് 12 മണിക്ക് ശേഷമുള്ള വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നവൾ പറഞ്ഞോളൂ. അവളുടെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ബർത്ത്ഡേ ആണിതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും ആവണമല്ലോ. ബിക്കോസ് ഇപ്പം നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങൾ പോലും ഭയങ്കര എൻജോയ് ചെയ്തൊരു സംഭവമായിരുന്നു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് പോലും. അവളുടെ എക്സ്പ്രഷൻസ് എന്തായിരിക്കും, അവളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് കാണാൻ ഭയങ്കര രസമായിരുന്നു. സോ ത്രൂ ഔട്ട് ദ ജേർണി എല്ലാവരും ഈച്ച് ആൻഡ് എവരിബഡി എല്ലാവരും എൻജോയ് ചെയ്തു. ഈവൻ അവിടെ നമ്മൾ ചാർട്സ് ബേയിലുള്ള അവിടുത്തെ സ്റ്റാഫ് പോലും ഇവൻ എൻജോയ് ചെയ്തു. സോ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ ഒരു ബർത്ത്ഡേ സർപ്രൈസ് നമ്മൾ കോർഡിനേറ്റ് ചെയ്തത്. ഒരാഴ്ച മുന്നേ തുടങ്ങിയ പ്ലാനിങ് ആണെങ്കിലും ഈ ദിവസം വളരെ സ്പെഷ്യലായിരുന്നു എല്ലാവർക്കും. സോ നെക്സ്റ്റ് ടൈം അടുത്തൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.